നമുക്ക് ഒരു വീട് പണിയുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് പ്ലാനിങ്ങിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്ലാനിങ്ങിനും ഡ്രോയിങ്ങിനും. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മൾ കാണാം എല്ലാ ഭാഗത്തും കുറേ സ്വിച്ച് ബോർഡുകളും ഇതൊക്കെ ഇങ്ങനെ കാണാനുണ്ടാവും. അപ്പോൾ ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടായിക്കോട്ടെ, പകരം എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാത്തിനും നമ്മൾ ചോദിക്കാം. അപ്പം അത് കൃത്യമായിട്ട് വരും. ആ ക്വസ്റ്റ്യൻ ഇല്ലാത്തതാണ് സത്യത്തിൽ ഉള്ള പ്രോബ്ലംസ് ഒക്കെ. അടിസ്ഥാനപരമായിട്ട് നല്ലൊരു പ്ലാനിങ് ഉണ്ട് എങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് സേവ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ബഡ്ജറ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. ശരിക്കും നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് വരയ്ക്കാൻ നല്ലൊരു MEP എഞ്ചിനീയറെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ചിലപ്പോൾ ഒരു 4 രൂപയോ 5 രൂപയിലൊക്കെ സ്ക്വയർ ഫീറ്റിന് എക്സ്പെൻസ് ആവുള്ളൂ. അപ്പോൾ അത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇത് എന്തിനാണ് ഇവിടെ എന്നുള്ളത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് ചെയ്യുന്നതിന് മുന്നേ നമ്മളത് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്.